നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയോടുള്ള UDF സർക്കാരിൻ്റെ നിലപാട് എന്ത്? പദ്ധതിയിൽ തുടരുമോ അതോ പിന്മാറുമോ? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാക്കുകൾ നൽകുന്ന വ്യക്തമായ സൂചന പദ്ധതിയിൽ തുടരും എന്നാണ്. കഴിഞ്ഞ സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ രഹസ്യമായി ഒപ്പിട്ട രീതിയാണ് എതിർത്തതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ പദ്ധതിയെ തന്നെ എതിർക്കുന്ന പരസ്യ നിലപാടായിരുന്നു മുസ്ലിം ലീഗിൻ്റേത്. കഴിഞ്ഞ സർക്കാർ മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച നടത്താതെ രഹസ്യമായി ഒപ്പിട്ട പദ്ധതിക്കെതിരെ CPI പരസ്യമായി രംഗത്ത് വന്നതോടെയാണ് ഈ എതിർപ്പിന് മുന്നിൽ ഒടുവിൽ ഒപ്പിട്ട കരാർ മരവിപ്പിക്കാൻ കേരള സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചത്. PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ സർവശിക്ഷാ അഭിയാനുള്ള തുക നൽകില്ലെന്ന കേന്ദ്ര സർക്കാർ മുട്ടാപ്പോക്കിന് വഴങ്ങിയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് കരാറിൽ ഒപ്പിടാൻ തീരുമാനിച്ചത്. അന്ന് ഒപ്പിട്ട രീതിയും കരാർ വ്യവസ്ഥകളും ചൂണ്ടിക്കാട്ടി CPM BJP ഡീൽ ആരോപിച്ചവർ തന്നെയാണ് ഇപ്പോൾ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന സൂചന നൽകുന്നത്. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ SSKയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കില്ല. ഇതുതന്നെയാണ് ഇപ്പോഴത്തെ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നത്. തൽക്കാലം വിവാദങ്ങളിൽ നിന്ന് തലയൂരാനായി 4 അംഗ മന്ത്രിസഭാ സമിതിയെയും നിയോഗിച്ചിരിക്കുകയാണ്. സാങ്കേതികത ഉന്നയിച്ചാണ് ഇപ്പോൾ ഇരുവരും ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നത്. ശരിക്കും PM ശ്രീയിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മഹി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുന്നണിയിലോ മന്ത്രിസഭയിലോ ഒന്നും ആലോചിക്കാതെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് രഹസ്യമായി ഒരു കരാറിൽ ഒപ്പിടുകയും CPIയുടെ വലിയ എതിർപ്പിനെ തുടർന്ന് ആ കരാറിൽ നിന്ന് മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ഒക്കെ ചെയ്തു. ആ ഘട്ടത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം ഈ പദ്ധതിയിൽ CPM BJP ഡീൽ ഒക്കെ ആരോപിച്ച് രംഗത്ത് വരികയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും പുതിയ സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന സൂചനയാണ് നൽകുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ വേറെ കള്ളത്തരമാണ്, വേറെ പച്ച കള്ളത്തരമാണ് വിളിച്ചു പറയുന്നത്. അന്ന് ശിവൻകുട്ടി ഒപ്പിട്ടില്ല, ഒപ്പിടാൻ വേണ്ടി നിന്ന് അന്ന് എതിർപ്രയോജനയ്ക്ക് ഒപ്പിട്ടില്ല. അത് സത്യമാണ്. ശിവൻകുട്ടി പറഞ്ഞതാണ് സത്യം. മുഖ്യമന്ത്രി കേരളത്തിലോട്ടാ. ഒരു മിനിറ്റ്, അന്ന് കരാറിൽ ഒക്കെ ഒപ്പിട്ടതാണ്. മഹിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട, കരാറിൽ ഒപ്പിട്ടതാണ്. ഇല്ല, ഒപ്പിടാൻ വേണ്ടി നിന്ന് ചെയ്തില്ല, അവരെ ഒപ്പിട്ടതാണ്. ഇവിടുന്ന് പോയി സെക്രട്ടറി ഒപ്പിട്ട് കരാർ നിലവിൽ വന്നതാണ്. മഹി വീണ്ടും ഒരു കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെയാണ് ശരി. ചുമ്മാതെന്ന് മഹി പറഞ്ഞാൽ മതിയോ? മഹി ഇത് ആരാണ് ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? എവിടെ നിന്ന് ഒപ്പിടാൻ വേണ്ടി? ആരെവിടെ നിന്ന് കാര്യം പറയുന്ന മഹി? കഴിഞ്ഞ പൈസ കിട്ടാനുള്ള പൈസയാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ടതാണ്. പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവസാനം ഒപ്പിട്ടത് മരവിപ്പിക്കണം ആവശ്യപ്പെട്ടത് കത്ത് നൽകിയ ഒപ്പിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആരും താങ്കൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുന്നത് താങ്കൾ ഉന്നയിക്കുന്ന വാദം വെച്ചിട്ട് ആ പാർട്ടിക്കാരെ കൂടെ നാണം കെടുത്താതെ താങ്കൾ ആ വിഷയത്തെ കുറിച്ച് പഠിക്കൂ. താങ്കളൊന്ന് പഠിക്കൂ ശ്രീ മഹി. താങ്കളെ ഒരു പാർട്ടിക്ക് വേണ്ടി വാദം ഉന്നയിക്കുമ്പോൾ ആ പാർട്ടിക്കാരെ കൂടെ നാണം കെടുത്തേണ്ട കാര്യം അല്ല. താങ്കൾ പഠിച്ചിട്ടില്ല എന്നുള്ള തെളിവല്ല. താങ്കൾ ഉദ്ദേശിക്കുന്ന പാർട്ടിക്കാരെ കൂടെ നാണക്കേടാണ് ഇത്തരം വാദങ്ങൾ. ശരി, ഓക്കെ. അതിലൊക്കെ വലിയ കള്ളം പറയുന്നത്, ഇതിനെക്കുറിച്ച് അറിയാതെ കള്ളം പറയുന്നത് താങ്കളാണ്. അതിനകത്ത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. നമുക്ക് രാഷ്ട്രീയമായ എതിർപ്പിന് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ വാദങ്ങൾ കാണും, അതൊക്കെ അവതരിപ്പിക്കാം. പക്ഷേ ഒപ്പിട്ടൊരു വിഷയം ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞത്, അത് മുഖ്യമന്ത്രി അതിൽ കള്ളം പറയുന്നത് അത് ശുദ്ധമായ മണ്ടത്തരം എന്നല്ലാതെ എനിക്ക് അതിനകത്ത് മറ്റൊന്നും പറയാനില്ല. ഒപ്പിടുകയും അത് മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇവിടുന്ന് സെക്രട്ടറി കത്ത് നൽകുകയും ഒക്കെ ചെയ്തതാണ്. അതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ന്യായീകരണം കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൂടി മനസ്സിലാക്കുക. ഇനിയുള്ള പ്രേക്ഷകരാരും അതുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് പറയാം, അതിൻ്റെ ലോജിക്കലായി വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാം. കാരണം അങ്ങനെ പറയാൻ പറ്റുന്ന വിഷയം കൂടിയാണിത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ PM ശ്രീ പദ്ധതിയിലെ വിവാദങ്ങളൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ വീണ്ടും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നിലപാടിൽ തന്നെയാണ് ഈ സർക്കാർ നിൽക്കുന്നത്. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോ പറയാൻ പോവാണ്. ഇപ്പോ നമ്മള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു. പ്രസംഗമല്ല, വാർത്താ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. അപ്പൊ അത് PM ശ്രീ
പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതേസമയം അദ്ദേഹം പറഞ്ഞു അത് PM ശ്രീ അത് മുമ്പ് ഒപ്പിട്ടിട്ടുണ്ടെന്നും അതിന് 93,000 കോടി ഉറുപ്പിക 93,000 കോടി രൂപയൊന്നുമല്ല, 93 കോടി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. 93 കോടി ഉറുപ്പിക അതിൽ നിന്ന് വാങ്ങുകയോ അതല്ലെങ്കിൽ വാങ്ങാൻ വെച്ചുകൊണ്ട് നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇവര് പൂർണ്ണമായിട്ടും അത് വാങ്ങും. അത് അവര് പറയുന്ന മാതിരി അല്ലാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് അനുയോജ്യമായ രീതിയിൽ ശരിപ്പെടുത്തും എന്നുള്ളതാണ് നമ്മളെ ബഹുമാന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളതൊന്നും അറിയുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി അപ്പൊ അവിടെ നിങ്ങളെപ്പോലത്തെ പ്രതിനിധികളോട് അവിടെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് മുഴുവൻ വിവരങ്ങളും കിട്ടുന്നില്ല. PMശ്രീയിലേക്ക് അവര് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിനെ എതിർത്തിട്ട് അതിൽ നിന്നൊരു പാർട്ടി, അതായത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി അതിനെ എതിർത്തിട്ട് ഞങ്ങൾ പോലിയേറ്റം ഡീലാണോ എന്നും പറഞ്ഞ അവിടെ വോട്ടുണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിയിരുന്നു. അങ്ങനെ ഇപ്പൊ ആർക്കാണ് ഡീല് എന്നുള്ളത് മനസ്സിലായല്ലോ. ഡീല് ഞങ്ങൾക്കല്ല ഓൽക്കാണെന്നുള്ളത് മനസ്സിലായ. അങ്ങനെ ഇനി ഓരോ ഡീലും അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും. അത് ഇവിടെ അനുസരിക്കും ചെയ്യും. ഞങ്ങൾ അതെല്ലാം എതിർത്തിട്ടുണ്ട്. നല്ലത് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഇടതുപക്ഷ ഭരണം അതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, ശ്രീ മുഹമ്മദ് മഞ്ചേരിയുടെ അഭിപ്രായം വ്യക്തമാണ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഫാദർ സാമുവൽ, ഈ കഴിഞ്ഞ സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയും ഈ സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയും സാങ്കേതികമായി നോക്കിയാൽ ഒന്നാണ്. കാരണം PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSKയ്ക്കുള്ള ഫണ്ട്, സർവ്വശിക്ഷാ അഭിയാനുള്ള ഫണ്ട് തരില്ല എന്നുള്ളൊരു മുട്ടാപ്പൊക്കമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതിന് സ്വന്തം നിലയിൽ ഫണ്ട് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ 250-300 കോടി രൂപ കണ്ടെത്തുക കേരളത്തെ സംബന്ധിച്ച് വലിയ ബാധ്യതയാണ്. അതേ കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ സർക്കാർ രഹസ്യമായും ഇപ്പോൾ ഈ സർക്കാർ പരസ്യമായി അതിനെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുമൊക്കെ അനൗദ്യോഗികമായ തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗുഡ് ഈവനിങ്. രേഖകള് സത്യം സംസാരിക്കുമല്ലോ. അന്ന് ഒപ്പിട്ടത് വാസ്തവമാണ്. ക്യാബിനറ്റിന്റെ മുമ്പിൽ അത് വ്യക്തമാക്കിയിട്ടില്ല. CPI തന്നെ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ടും അവര് മറച്ചു വെച്ചു. ഇപ്പോഴ് ഈ PMC ആയിട്ട് മുന്നോട്ട് പോകാതെ നിവൃത്തിയില്ല. കാരണം അത് ഒപ്പിട്ട് കഴിഞ്ഞതാണ്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പാഠ്യ പദ്ധതികൾ നടപ്പിലാക്കാൻ തക്കവണ്ണം നമ്മൾ നിർബന്ധിതരായി തീരുകയില്ലേ എന്നൊരു ചോദ്യം മുന്നിലുണ്ട്. കാരണം ആ ഫണ്ട് ഈ PMC ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഫണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാഠ്യപദ്ധതികൾ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അതിന് വല്ല പ്രയാസം ഉണ്ടാകുമോ? അതാണ് ഇനി ചിന്തിക്കേണ്ടത്. അതിനാണ് ഒരു വിദഗ്ധ സമിതിയെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ സമിതി പഠിക്കട്ടെ, നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ. ശരി. ശ്രീ രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ പാർട്ടിയുടെ അതിശക്തമായ നിലപാടിനെ തുടർന്നാണ് കഴിഞ്ഞ തവണ ഈ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയത്. പക്ഷേ പദ്ധതി അപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അന്ന് ഇതിനെ പദ്ധതിയെ തന്നെ എതിർത്തവരാണ് മുസ്ലിം ലീഗുകാർ. കോൺഗ്രസ് അപ്പോഴും പദ്ധതിയെ അവരുടെ സർക്കാരുകളൊക്കെ നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതി രഹസ്യമായി ഒപ്പിട്ട രീതിയെയാണ് അത് കോൺഗ്രസ് BJP CPM ഡീൽ എന്നൊക്കെ ആരോപിച്ചത്. ഇപ്പോൾ വീണ്ടും ആ പദ്ധതിയുമായി തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ സർക്കാരിന്റെ അന്ത്യ നാളുകളിൽ നമ്മുടെ PM ശ്രീ വിഷയം വന്ന സമയത്ത് ശ്രീ ബിനോയ് വിശ്വം എടുത്ത നിലപാടും CPI എടുത്ത നിലപാടും അതോട് അനുബന്ധിച്ച് അന്നും ഈ രേഖയിൽ ഒപ്പിട്ടോ എന്നുള്ള കാര്യത്തിലുള്ളൊരു സംശയം അന്നും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇടതുപക്ഷമായിരുന്നെങ്കിലും സ്വന്തം പിതാവാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ആയിരിക്കണമെന്നാണ്. പിതാവ് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാൻ പാടില്ല, എന്നാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പൊ അന്നും ശ്രീ ബിനോയ് വിശ്വത്തിനും അതുപോലെ തന്നെ CPIക്കും സംശയമുണ്ടായിരുന്നു ഒപ്പിട്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ തന്നെ നമുക്ക് സർക്കാരിന്റെ ആധികാരിക രേഖകൾ പലതും
നമ്മളൊക്കെ തന്നെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളും എല്ലാ വിഷയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നും നമുക്ക് ആധികാരിക രേഖ വിവരാവകാശ പ്രകാരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് ഞങ്ങളുടെയൊക്കെ പരിമിതമായ അറിവ് വെച്ച് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. നമ്മൾ പല കാര്യങ്ങളിലും അവരത് ചെയ്തു ഇവരത് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരിച്ചാൽ അതിന്റെയൊക്കെ രേഖകൾ കിട്ടിയേക്കുന്നതാണ്. ഈ വിഷയം മാത്രമല്ല, ഏതിനായാലും ഒരു ഗവൺമെന്റ് തീരുമാനം എടുത്തോ ഇല്ലയോ എന്നറിയാൻ ഒരു രേഖ കാണും, ഒരു പേപ്പർ, ഒരു ക്ലിയർ എവിഡൻസ് കാണുമല്ലോ. അപ്പൊ അത് പുറത്തു കൊണ്ടുവന്നാലൊക്കെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അതൊക്കെ വിവരാവകാശ പ്രകാരമാണ് കിട്ടുമോ എന്തോ എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഭരണപരമായ എന്തായാലും കഴിഞ്ഞ സർക്കാർ എന്റെ സെക്രട്ടറി അത് ഒപ്പിട്ടിരുന്നു. അതിനുശേഷം പിന്നീട് അത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് SSKക്ക് തടഞ്ഞു വെക്കപ്പെട്ടിരുന്ന ഫണ്ട് റിലീസ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ സർക്കാർ വന്നപ്പോഴും ആ SSKയുടെ തടഞ്ഞു വെക്കപ്പെടുന്ന ഫണ്ടിൽ ഒരു വിഭാഗം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് PM ശ്രീയിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ PM ശ്രീയിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് ശരിയാണ്. പക്ഷേ PM ശ്രീ ഈ കരാറുമായി നിൽക്കുന്നതുകൊണ്ടാണ് SSKയ്ക്കുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്തത്. കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് വ്യവസ്ഥ വെച്ചത്. ഞങ്ങൾ പറയുന്നത് ഇത് കേട്ടില്ലെങ്കിൽ മറ്റേതിന് പണം തരില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്. നമ്മളിപ്പോൾ ഞാനൊരു ഇടതുപക്ഷക്കാരന് സത്യം പറയാതിരിക്കാൻ കഴിയില്ല. അന്ന് തീർച്ചയായും CPI ആ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അദ്ദേഹം ഈ ഫണ്ട് വാങ്ങുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ പറയണം, എന്നാലേ നമുക്ക് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും. അന്ധമായിട്ടും നമ്മൾ ന്യായീകരിച്ച പ്രസ്ഥാനം നശിച്ചതേ ഉള്ളൂ. തിരുത്തേണ്ട ഭാഗത്ത് ആരായാലും തിരുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ എന്നെ ഞങ്ങൾ ഈ പറയുന്നത് CPI എന്നുള്ള ഞാൻ പറയുന്നത് അന്ന് തീർച്ചയായും അവർ ഇന്ന് സതീശൻ എടുത്ത നിലപാട് തന്നെയാണ് അന്ന് CPM എടുത്തിരുന്നതെന്ന് ഞാൻ അടിയുറച്ച് പറയുകയാണ്. അപ്പൊ പിന്നെ മറ്റൊന്നും ഉള്ളത് മുസ്ലിം ലീഗ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം എടുത്തിരുന്നു. കാരണം ഈ BJP എന്ന് പറയുന്നതും ഒരു പ്രത്യേക മതത്തെ അല്ലെങ്കിൽ ബേസ് ചെയ്തുള്ള ഒരു പാർട്ടിയാണ്. അവരുടെ നയങ്ങൾ വേറെയാണ്. അതിന് സമാനമായിട്ട് തന്നെയാണ് മുസ്ലിം ലീഗും. അതുകൊണ്ട് അവർ അത് ശക്തമായ നിലപാടന്ന് എടുത്തിരുന്നു. കാരണം ഇത് രണ്ട് ധ്രുവങ്ങളിൽ ഒരേപോലെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ. ആശയപരമായിട്ട് അവർ ചില സമുദായങ്ങളും മതമൊക്കെ വേറെയാണെങ്കിലും ആശയപരമായിട്ട് ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് മുസ്ലിം ലീഗും ഈ BJP എല്ലാം തന്നെ. അതുകൊണ്ട് അവരത് എതിർക്കും. കാരണം രണ്ട് മതങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ സിലബസുകളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് പോലെ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരല്ല, രാവണനാണ് പുഷ്പവിമാനം കണ്ടുപിടിച്ചത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് സർജറി നടത്തിയത്, പ്ലാസ്റ്റിക് സർജറി നടത്തിയതിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആധികാരികമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ അതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല. ഇപ്പോഴും നമ്മൾ ഇവിടുത്തെ CPM പല നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടെന്നൊരു CPIക്കാരനായി ഞാൻ പറയുകയാണ്. പോയിട്ടുണ്ട്. അതിലൊന്നാണിത്. രണ്ടാമത് കോൺഗ്രസിന് നയം തന്നെ ഇല്ല. ഇന്ന് തന്നെ രാവിലെ മുതൽ നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ എല്ലാ ചാനലുകളും മൈക്കുമായിട്ട് അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം തികച്ചും ഒരു മുഖ്യമന്ത്രിയുടെ പിണറായി വളരെ സൈലന്റ് ആയിട്ട് കുറച്ച് വാക്കുകളെ സംസാരിക്കുന്നേ ഉള്ളൂ. തൊട്ട് മുന്നിലിരിക്കുന്ന മാധ്യമങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ഇതുവരെ അങ്ങനെ ഈ കടക്ക് പുറത്തു നിന്നൊക്കെ ഒരു ചില എടുത്തു വെച്ച 10 കൊല്ലത്തിനാണെങ്കിൽ വീട് പറയുന്നതല്ലാതെ ഇന്ന് രാവിലെ മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ നിങ്ങളൊക്കെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു തര വർത്തമാനമാണ് ഞാൻ കേട്ടത്. നിങ്ങൾ 2 ചാനലുകാർക്ക് ഉള്ളല്ലോ കുഴപ്പം, ഈ വേറെ ചാനലുകാർക്ക് കുഴപ്പമില്ലല്ലെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഈ ചാനലുകാരെ തമ്മിൽ കുറച്ചുപേര് നല്ലതാണ്, കുറച്ചുപേര് മോശമാണെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ചാനലുകളെ തന്നെ തകർത്തുകൊണ്ട്, മീഡിയ ആണല്ലോ ഇപ്പൊ നമ്മൾ സമൂഹത്തെ വൃത്തിയാക്കുന്നത്. ഏത് പാർട്ടി ആയാലും സമൂഹത്തെയും നേർവഴിക്ക് നയിക്കുന്ന പ്രധാന ഒരു ഉപാധി ഇപ്പൊ മീഡിയ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ മുമ്പ് താങ്കളോട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പോലും വഴിപാട് സമരങ്ങളാണ് നടക്കുന്നത്. ഇൻക്ലാബ് സിന്ദാബാദ്, അക്കളി തിക്കളി സൂക്ഷിച്ചോ, അവിടെ സമരം തീർന്നു. ശ്രീ ശശികുമാറാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രാധാകൃഷ്ണൻ ആ വിഷയം പറഞ്ഞതുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് കൂടി ഷിജു കിരിയത്ത് എഴുതിയിരിക്കുന്നു. റൈറ്റ് നൗ ദ Indian intelligence here and outside had the benefit of scientific temper introduced by Nehru. Don't encourage too much myth in education system which will spoil the brain എന്ന് പറയുന്നു. അത് സയൻറ്റിഫിക് ടെമ്പർ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ന് ലോകത്തിന് മുന്നിൽ അഭിമാനമായി നിൽക്കാൻ കഴിയുന്നത്. ഈ മിത്തുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി അത് നമ്മുടെ തലച്ചോറിനെ തന്നെ ഇല്ലാതാക്കി പോകും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ പാഠ്യപദ്ധതിയെ സംബന്ധിച്ച് ശക്തമായ വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അത് നൽകിയിരിക്കുന്നത്. മറ്റ് കമൻറ്റുകളിലേക്കൊക്കെ വരാം. എന്തായാലും ശ്രീ ശശികുമാറാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ശശികുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ഞാൻ പറയാം. ഇപ്പോ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇപ്പോഴത്തെ മാത്രമല്ല മുൻപത്തെ തിരിച്ചു മറിച്ചുമാണല്ലോ വരുന്നത്. എല്ലാ നേതാക്കളുടെയും മക്കളും അല്ലെങ്കിൽ ചെറുമക്കൾ എല്ലാം പഠിക്കുന്നത് സംഗീത സിലബസ് പഠിപ്പിക്കുന്നത് CBSE സ്കൂളുകളിലാണ്. ഇപ്പൊ ഈ PM ശ്രീ പദ്ധതിയുടെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ആർക്കാണ്? ഇവിടുത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുമായ മാതാപിതാക്കളുടെ കുട്ടികൾ പഠിക്കുന്ന സാധാരണ സ്കൂളുകൾക്കാണ് ഇതിന്റെ
ഗുണം കിട്ടുന്നത്. അപ്പൊ ഈ PM3 എന്തോ അവരുടെ അജണ്ട നടപ്പാക്കാനാണ് ഇത് എതിർക്കുന്നതെന്ന് പറയുന്ന ഇതേ നേതാക്കന്മാരുടെ മക്കളെല്ലാം മക്കളുടെ കുട്ടികളെല്ലാം പഠിക്കുന്നത് CBSE സ്കൂളുകളിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇവിടുത്തെ മന്ത്രിമാര് അവരുടെ കൊച്ചുമക്കളൊക്കെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്കൂളുകളെല്ലാം നിങ്ങൾ കണ്ടതാണ്. ശ്രീ ശശികുമാർ, അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. താങ്കൾ പറയുന്നത് പൂർണ്ണമായും ശരിയായ ഒരു ഇതല്ല. കേരളത്തിലെ ഈ PM3 പദ്ധതി വരുമ്പോൾ അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കേണ്ട പുസ്തകം സംബന്ധിച്ചുള്ള സിലബസുകൾ. സിലബസ് കേന്ദ്ര സർക്കാർ ഒന്ന് കേൾക്കൂ, കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള സിലബസ് ആയിരിക്കണമെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന സിലബസുകളൊക്കെ നമ്മൾ നേരത്തെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് സയന്റിഫിക് ടെമ്പറിന് പകരം മിത്തുകളെയും ഇന്ത്യയുടെ ഐതിഹ്യങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റായ ചില പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഗൗരവമായി ഈ വിദ്യാഭ്യാസത്തെ ശാസ്ത്രീയമായിട്ടൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉന്നയിക്കുന്നു. സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. CBSE സ്കൂളുകളിൽ ഏത് സിലബസ് ആണ് പഠിപ്പിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ സിലബസ് ആണോ? താങ്കൾ പറഞ്ഞോളൂ. CBSE സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സിലബസ് അല്ലേ? ഞാൻ ശ്രീ ശശികുമാർ, വ്യക്തമായി ഞാൻ വളരെ താങ്കൾക്കും എനിക്ക് പറഞ്ഞുകൂടായിട്ടല്ല, ഞാൻ പറഞ്ഞത് ബോധ്യപ്പെടാഞ്ഞിട്ടുമല്ല. ഇനി അതിന്റെ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട എന്നുള്ളതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. താങ്കൾ പറഞ്ഞോളൂ. ഇത് സത്യാവസ്ഥയാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ജനങ്ങൾക്കും അറിയാം, എല്ലാവരും കണ്ണടച്ച്. ശ്രീ ശശികുമാർ, ജനത്തിനുമൊക്കെ അറിയാം കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന ചില പാഠ്യപദ്ധതി പരിഷ്കരണത്തോട് ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹത്തിന്റെ ഒക്കെ എതിർപ്പും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എന്തായാലും തൽക്കാലം നമ്മുടെ ചർച്ച അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ. ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്നത് ഈ സിലബസ് അല്ലേ CBSE സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്? ആ സിലബസ് അങ്ങനെ ഒരു പഠന രീതിയിലേക്ക് എന്തായാലും CBSE സ്കൂളുകൾ ഇപ്പോൾ തൽക്കാലം മാറിയിട്ടില്ല. ശരി, ആയിക്കോട്ടെ. അടുത്ത പ്രശ്നത്തിലേക്ക് വെക്കോളൂ. എന്റെ അഭിപ്രായം കഴിഞ്ഞു. ശരി, ഓക്കെ. ശശികുമാർ വളരെ വ്യക്തമാണ്. എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ഈ വിഷയം അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ ഞാൻ പറഞ്ഞത് തിരിയാത്തതുകൊണ്ടൊന്നുമല്ല. നമുക്ക് പറയുന്നതിന് ഒരു പരിമിതി വെച്ച് ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു ഇതിൻ്റെ വിഷയം എന്താണ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ KG കുമാർ, ഈ PM3 കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിവാദമായതാണ്. അന്ന് ലീഗൊക്കെ പരസ്യമായി തന്നെ ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചതാണ്. അന്ന് CPM BJP ഡീൽ എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മെനഞ്ഞാന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഒക്കെ കണ്ടിട്ട് PM3 നടപ്പാക്കുന്നതിൽ എതിർപ്പില്ല എന്നുള്ള ഒരു രീതിയിലാണ്. ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഏതാണ്ട് PM3 നടപ്പാക്കാൻ മടിയില്ല, അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഇതാണ്. പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ സർക്കാർ ഇതിൽ ഒപ്പിട്ട് അപ്പൊ ഇനി അതുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതേ മാർഗമുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പം മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അന്ന് ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ രണ്ടു കൂട്ടരും ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതല്ല, അന്ന് ഈ പദ്ധതിയിൽ നിന്ന് നമ്മൾ ഒപ്പിട്ടത്, ആ പദ്ധതിയിൽ നമ്മൾ പിന്മാറുന്നു, അത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കത്ത് നൽകിയിരുന്നു, ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇത് ഈ 1200 അത് മരവിപ്പിച്ചിട്ടില്ല, അങ്ങനെ തീരുമാനമൊന്നും വന്നില്ല. നമ്മൾ കത്ത് നൽകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അവിടെ വരെ ആയുള്ളൂ. 1200 കോടി രൂപയോളം ഏറ്റവും സാധാരണ സ്കൂളിൽ സാധാരണക്കാർ പഠിക്കുന്ന ആ വിദ്യാർത്ഥികൾക്കല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും വരുത്താം എന്നാണ് പറയപ്പെടുന്നത്. ഓരോരോ സംസ്ഥാനത്തിന്റെ ഇതനുസരിച്ച് ചില വ്യത്യാസങ്ങൾ അവർക്ക് വേണമെങ്കിൽ വരുത്താം എന്നുള്ളതാണ്. അത് ഒപ്പിടുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ അന്തിമ കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും ശരി തന്നെ. അവിടെയാണ് ശ്രീ KG കുമാർ ആളുകൾക്ക് ഒരു അവ്യക്തത ഉള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്ന സിലബസ് കേന്ദ്ര സർക്കാരിന് ആ മട്ടിൽ രാഷ്ട്രീയമായ ചില വിവേചനാധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മട്ടിലെ സിലബസുകൾ അവിടെ എത്തിക്കുമോ എന്നുള്ള ഒരു ചെറിയ ഭയം അത് പല സംസ്ഥാനങ്ങൾക്കുമുണ്ട്. അത് തന്നെയാണ് കേരളത്തിലുമുണ്ട്. അല്ല, കോൺഗ്രസ് ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും PM3 പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. അപ്പൊ ഇന്നാള് ഇങ്ങനെ പറയുന്നു. കോൺഗ്രസ് കർണാടകയിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്, അവരെല്ലാം ഒപ്പിട്ടെങ്കിലും നടപ്പാക്കിയിട്ടുണ്ട്, അവർ പിന്മാറിയിട്ടില്ല. ഈ എന്തെങ്കിലും മാറ്റങ്ങൾ അതായത് സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ചില മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം. അത് ഒപ്പിടുമ്പോൾ അന്തിമ കരാറിൽ അത് ശരിയാവും എന്നാണ് പറയപ്പെടുന്നത്. അതായത് അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ കാശ് കിട്ടുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കല്ല കിട്ടുന്നത്. അപ്പൊ അത് മേടിച്ചെടുത്ത് നടപ്പാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, ഈ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഒരു പദ്ധതിക്ക് ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ SSKക്ക് ആയിരുന്ന ഫണ്ട് തരില്ല എന്ന് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി ഭീഷണിപ്പെടുത്തിയാണ് ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരു ശരിയായ രീതിയാണോ?
നമസ്കാരം. നമസ്കാരം. ഭീഷണിപ്പെടുത്തി ഒരു ഫണ്ട് കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് സാർ. കേൾക്കാമോ? കേൾക്കാം. ഭീഷണിപ്പെടുത്തി അവരെ പരിധിയിൽ വരുത്താൻ വേണ്ടി ഒരു ഫണ്ട് തടഞ്ഞു വെക്കുന്നത്, അങ്ങനെ തടഞ്ഞു വെക്കുന്നുണ്ട്, അങ്ങനത്തെ തെറ്റാണ്. പക്ഷെ സാർ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ഇവര് ചക്കളത്തി പോരാട്ടം നടക്കുന്നതല്ല വേണ്ടത്. ഇതിൽ എന്താണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ബാധിക്കുന്നതെന്ന് പബ്ലിക്കായിട്ട് മുഖ്യമന്ത്രിയോ ഉത്തരവാദപ്പെട്ടോ പറയണം. ഈ PMC പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്നേ സംഭവം കേരളത്തിൽ നടക്കും, ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, രാജ്യത്തിന് വിരുദ്ധമാണ് എന്ന് തക്കതായിട്ട് തെളിവ് പബ്ലിക്കിന് മുമ്പിൽ പറയണം. അല്ലാതെ ഇവര് ചക്രത്തി പോരാട്ടം നടത്തി 5 വർഷം കഴിഞ്ഞാൽ, മേബി 5 വർഷം കഴിഞ്ഞാൽ 2 വർഷം ഭരിക്കേണ്ടതാണ്. അപ്പൊ ഇവർ 2 കൂട്ടരും ഭരിച്ചിട്ട് ഈ വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കരുത്. എനിക്ക് പറയാനുള്ളത് അതാ. മറ്റുള്ള എന്റെ ചെറിയ അറിവ് വെച്ചിട്ട് മറ്റുള്ള പല സ്റ്റേറ്റുകളിലും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഇത്. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഈ പദ്ധതി നടപ്പാക്കണ്ടെന്ന്. ഇവർക്ക് ഫണ്ട് തരുന്നില്ല എന്തൊക്കെ മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒരു പബ്ലിക്കിന്റെ ഫണ്ട്, ഒരു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഒരു യൂണിയൻ ഗവൺമെന്റ് തടഞ്ഞു വെക്കാനാവുന്ന എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെതായ കാരണങ്ങളില്ലാതെ. ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊന്നും ചർച്ച പോകണ്ട. ചർച്ച പറയണം. ഈ UDF സർക്കാർ ഇതിന് താല്പര്യമില്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്നേ രൂപത്തിലുള്ള കുഴപ്പമുണ്ട്, RSS വൽക്കരിക്കപ്പെടുന്നതാണ് എന്ന് പബ്ലിക്കിനോട് പറയണം. അല്ലാതെ ഇവർ അവിടെ ഇവിടെയും തൊടാതെ മുമ്പ് സർക്കാർ ഒപ്പിട്ടിരുന്നു, ഞങ്ങൾക്ക് അത് പിന്മാറാൻ പറ്റൂല, ഞങ്ങൾ ഉപസമിതിനെ വെച്ച്, ഇതൊന്നുമല്ല. ഇത് വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ 102 സീറ്റിൽ അധികാരത്തിൽ വന്ന സർക്കാരാ. ശക്തിയായിട്ട് പറയണം, RSS വൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, ഇവിടെ ഈ പദ്ധതി ഞങ്ങൾ ഒപ്പിടില്ല എന്ന് ആർജവത്തോടെ പറയണം. അതെന്താ ഇവർ പറയാത്തത്? അപ്പോ ഇതൊരു മാരകമായ തെറ്റൊന്നുമല്ല. യൂണിയൻ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ യൂണിയൻ മിനിസ്ട്രിയുടെ നിയമങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റ് പാലിക്കേണ്ടി വരും. അത് പാലിച്ചാലാണ് ന്യായമായ ഫണ്ടും കാര്യങ്ങളും കിട്ടുവാനുള്ള അർഹതയുള്ളൂന്ന എന്റെ പരിമിതമായ അറിവ്. അതിനെ ധിക്കരിച്ചു കൊണ്ടുപോയാൽ ഇവർ കണക്കൊന്നും കാണിക്കാതെ അവർക്ക് തോന്നിയ പോലെ ഫണ്ടൊന്നും തലയിൽ ആൾ വാർപ്പമില്ലാത്ത സർക്കാർ ഒന്നല്ല രാജ്യം ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർ ശക്തമായിട്ട് പറയട്ടെ, RSS വൽക്കരിക്കുകയാണ് PMC കൂടി, അതിവർ ശക്തമായിട്ട് പറയട്ടെ. എന്നിട്ട് ഇവർ ഇത് നടപ്പാക്കണ്ട, സമൂഹത്തോട് പറയണം, പബ്ലിക്കിനോട്. BJPയോടല്ല പറയേണ്ടത്, കേന്ദ്ര സർക്കാർ. ശ്രീ ബാലകൃഷ്ണൻ, നമുക്ക് വേഗത്തിൽ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. AK കൃഷ്ണൻകുട്ടി പറയുന്നു, നുണേശൻ കേരളത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ശ്രീ AK കൃഷ്ണൻകുട്ടി, താങ്കൾ ഒരു മുതിർന്ന വ്യക്തിയാണ്, താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. താങ്കളൊക്കെ ഈ ഒരു മുഖ്യമന്ത്രിയെ നുണേശൻ എന്നൊക്കെ വിളിക്കുന്നത് അതൊരു ഗൗരവമായ രാഷ്ട്രീയ വിമർശനമല്ല. അത് താങ്കളുടെ വിമർശനത്തെ കൂടി ഇല്ലാതെയാക്കുന്ന തരത്തിലേക്കുള്ള തരം താഴ്ന്ന ഒരു വിമർശനമാണ്. VD സതീശൻ എന്ന നേതാവിനെ ഇങ്ങനെയൊക്കെ കുറേ വിളിച്ചാണ് ഈ പാർട്ടിയെ, താങ്കളുടെ പാർട്ടിയെ ഈ തരത്തിൽ തോൽപ്പിക്കുന്ന ശക്തിയിലേക്ക് ഒക്കെ കൊണ്ടുപോയതിന് ആദ്യം നന്ദി പറയേണ്ടത്. ഇങ്ങനെ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തി, ഒരാൾ പറയുന്ന രാഷ്ട്രീയ ആശയമുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടെങ്കിൽ, നുണ പറയുന്നെങ്കിൽ നുണ പറയുന്നെന്ന് പറയണം. അതിനുപകരമായിട്ട് നുണേശൻ എന്നൊക്കെ വിളിക്കുന്നത് ശരിയായ രീതിയല്ല. അത് ഒരു പൊളിറ്റിക്കൽ വിമർശനമല്ലാതെ അതൊരുമാതിരി നമ്മൾ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയുന്നത് പോലും ശരിയല്ല. എന്നാലും കിട്ടേണ്ട പണം വാങ്ങിച്ചെടുക്കുക, അജണ്ട നടപ്പാക്കാതിരിക്കുക എന്നാണ് അമ്പാടി പറയുന്നത്. ശശിധരൻപിള്ള പറയുന്നു, CPM ആണ് വഞ്ചന കാട്ടിയതെന്ന് CPIക്കാർ പറഞ്ഞ ഓർമ്മയുണ്ടോ മിസ്റ്റർ മണിമേല എന്ന് ചോദിക്കുന്നു. നമസ്കാരമൊക്കെ കുറേ മുരളീധരൻ നായരും ഒക്കെ പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു അവരൊക്കെ നമസ്കാരമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെയെല്ലാം എതിർക്കാൻ കുറേ എന്ന് അമ്പാടി പറയുന്നു. ഇഷ്ടവിഷയമായതിനാൽ കൃഷ്ണൻകുട്ടി നേരത്തെ എത്തിയിട്ടുണ്ട് എന്ന് ശശിധരൻപിള്ള പറയുന്നു. ജയകുമാർ പറയുന്നു, ഒപ്പിടാൻ മഹിയെ കൊണ്ടുപോയില്ല, പിണറായിയും ശിവൻകുട്ടിയും കൂടി പാർട്ടി അറിയാതെയാണ് ഒപ്പിട്ടത് എന്ന് പറയുന്നു. മറ്റേതൊക്കെ ചില ആളുകളെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെയാണ്. മുസ്ലിം ലീഗ് അല്ലേ വിദ്യാഭ്യാസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, വിദ്യാഭ്യാസ മന്ത്രി സെക്കുലറിസം വിട്ടോ എന്ന് ഗ്ലാഡിയേറ്റർ ചോദിക്കുന്നു. ആ ചോദ്യത്തിലൊരു വിഷയമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഇതിനെതിരായിരുന്നു. കോൺഗ്രസിന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഒപ്പിട്ട രീതിയൊക്കെയാണ് നിർത്തുന്നത്, പക്ഷേ ലീഗ് അങ്ങനെയല്ല. ലീഗ് പരസ്യമായി തന്നെ ഇതിനെ എതിരായ നിലപാട് സ്വീകരിച്ചാണ്. ഇപ്പോൾ ലീഗിൻ്റെ മന്ത്രി തന്നെയാണ് ഭരിക്കുന്നത്. ഫാദർ സാമുവൽ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണ് എന്നത് മറ്റൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നു. പ്രേക്ഷകൻ്റെ പേര് ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ പരസ്യങ്ങൾ കൂടുതലായി വരുന്നതുകൊണ്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പരസ്യങ്ങൾ ചാടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും കോടികൾ കിട്ടുമായതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ PMC ഒപ്പിട്ടപ്പോൾ നിരന്തരം വിമർശിക്കുകയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM യാതൊരു കാരണവശാൽ നടപ്പാക്കാലെന്ന് മുസ്ലിം ലീഗ് മൈക്കെട്ടി പ്രസംഗിച്ച അവരുടെ നിലപാടെന്താണെന്ന് VC തോമസ് ചോദിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയ്ക്ക് വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് ജയകുമാർ പറയുന്നു. ഗൗതം പറയുന്നു, മാധ്യമങ്ങളെ തന്നെ ഭീഷണിപ്പെടുത്താനല്ലേ ഇന്നത്തെ പത്രസമ്മേളനം ശ്രമിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അങ്ങനെ മാധ്യമങ്ങളെ ഒന്നും മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല ഗൗതം. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു, മാധ്യമങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തും. അതിനെ ഭീഷണിയായിട്ടൊന്നും കരുതേണ്ടതില്ല. അങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമം തന്നെയാണ് അദ്ദേഹം നടത്തിയത്, അതിലും സംശയമൊന്നുമില്ല.
അത് ഓരോ നേതാക്കളും അങ്ങനെയൊക്കെ പല പല ശ്രമങ്ങൾ നടത്താറുണ്ട്. അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ അവർ ഒരേ മാധ്യമങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരേ ആളുകൾ ചോദിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ വരുന്ന ഭാഗത്തേക്ക് നോക്കി മറുപടി പറയുക. ഇതൊക്കെ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് രാഷ്ട്രീയക്കാർ. എന്തായാലും അത് മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. പൈസ ദൈവത്തെ ഒരു മതക്കാരും, പൈസ ഉള്ള ദൈവത്തെ ഒരു മതക്കാരും തള്ളി പറയില്ല എന്ന് പറയുന്നു. അത് പ്രധാനമാണ്. ഇതിനെല്ലാം അർത്ഥം പൈസ, പണം തന്നെയാണ്. കമൻറ്റ് വായിച്ചില്ലെങ്കിൽ ന്യൂസ് 18 ചാനലിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് ജയകുമാർ പറയുന്നു. ശ്രീ ജയകുമാർ, എന്തായാലും കുത്തിയിരിപ്പ് സമരത്തിന് പോരെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇടയ്ക്ക് ഒരു ചായ കുടിച്ച് കുറച്ച് നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞ് എന്തായാലും ഇരിക്കാം. എന്തായാലും താങ്കളുടെ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് ആരെങ്കിലും ഇഡിയെ പേടിപ്പിക്കാൻ പോയോ മണിമലച്ചേട്ടാ, കൂടെ നിൽക്കണം, അതാണ് നമ്മുടെ കരുത്ത് എന്ന് പറഞ്ഞ മഹാൻ പാവ 26 പിള്ളേർ അകത്ത്, സാറന്മാർ പുറത്ത്, ആർക്ക് പോയി, പിള്ളേരുടെ വീട്ടുകാർക്ക് എന്നൊക്കെ പറയുന്നു. അത് ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് മനസ്സിലാകുന്നില്ല. മനോജ് കുമാർ, അദ്ദേഹത്തിനല്ല വിഷയം അറിഞ്ഞുകൂടാത്തത്, കിരൺ നിങ്ങൾക്കാണ് വിഷയം അറിഞ്ഞുകൂടാത്തത്, അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകളെ ജനം കൈയൊഴിയുന്നതെന്ന് പറയുന്നു. എനിക്ക് വിഷയം അറിയുന്നതും അറിയാത്തതും കമ്മ്യൂണിസ്റ്റുകളെ ജനം കൈയൊഴിയുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് മനോജ് കുമാർ എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഞാൻ ഒരാൾക്ക് വിഷയം അറിയില്ല എന്ന് പറഞ്ഞത് ഒപ്പിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ ഒപ്പിട്ടതല്ല, ഒപ്പിട്ടതാണ്, ഒപ്പിട്ട കരാറാണ് പിന്നീട് മരവിപ്പിക്കാൻ പറഞ്ഞത്. അത് എനിക്കിനി അറിഞ്ഞുകൂടാ എന്ന് താങ്കൾ പറയുന്നതിലും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ അറിവും അറിവുകേടും എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. പാവം ശിവൻകുട്ടി, PMCയിൽ തട്ടി ന്യൂനപക്ഷ വോട്ടും പോയി, ഭൂരിപക്ഷ വോട്ടും പോയി, പുട്ടും വാങ്ങി താക്കോല് ഒടിഞ്ഞു എന്ന് പറയുന്നു, പുട്ടും പിണങ്ങി താക്കോല് ഒടിഞ്ഞു എന്ന് പറയുന്നു. അത് ശക്തിമാനാണ് അങ്ങനെ പറയുന്നത്. നന്ദകുമാർ P പറയുന്നു, CBSE സിലബസ് കേന്ദ്ര സിലബസാണ്. രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഭൂരിഭാഗം അവരുടെ കുട്ടികളെ CBSEയിൽ പഠിപ്പിക്കുന്നു. സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ ഈ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. അധികാരം കിട്ടിയാൽ PMC അറബിക്കടലിൽ എന്ന് പറഞ്ഞ ഷാജി ജീവിച്ചിരിപ്പുണ്ടോ? KM ഷാജി ഉദ്ദേശിച്ചാണ് എന്ന് തോന്നുന്നു സുനിൽകുമാർ പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. PMCയിൽ ഇരു സർക്കാരുകളുടെ നിലപാട് സംബന്ധിച്ച ചർച്ചയാണ് നടക്കുന്നത്. സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, PMCയുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാരും തീരുമാനിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നൽകുന്നത്. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഈ PMCയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് പാസാക്കിയതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെടണമെങ്കിൽ PMCയിൽ ഉള്ളത് ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് വാങ്ങണമെന്നാണ് എന്റെ കാഴ്ചപ്പാട്. പിന്നെ രണ്ടാമത് അതിൽ വരുന്ന ന്യൂനതകൾ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് പാസ്സാവുന്നതിന് മുമ്പ് നമ്മൾ അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. കിട്ടുന്നത് വാങ്ങണം. നമ്മളെ കൂടെ നികുതിപ്പണല്ലേ ഇപ്പൊ CBSE സ്കൂളിലൊക്കെ പഠിക്കുന്ന ഈ പ്രതികരിക്കുന്ന എതിർ പാർട്ടിയിലുള്ളവരെ മക്കള് CBSE സ്കൂളിൽ പഠിക്കുന്നില്ലേ? അവിടുത്തെ സിലബസ് കേന്ദ്ര സർക്കാരിന്റെ അല്ലേ വരുന്നത്. അപ്പം അതൊന്നും ഒരു രാഷ്ട്രീയപരമായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കുക എന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അനൗൺസ്മെന്റില് വിളിക്കൂ പറയണ്ടേ എന്നുള്ളത് മാറ്റി പ്രതികരിക്കൂ എന്നാക്കും സാർ. അത് കുറച്ചും കൂടെ ഒരു അതൊരു അല്പം തമാശ കൂടെ കലർത്തി ചേർത്താണ്. പ്രതികരിക്കുകയും പറയാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരേ കാര്യമൊക്കെ തന്നെ അല്ലേ. നമ്മളൊരു അച്ചടി ഭാഷയൊക്കെ ഒഴിവാക്കി മനഃപൂർവ്വം നാട്ടിൻ പുറത്തെ അനൗൺസ്മെന്റ് എന്നൊരു തലത്തിൽ ഈ പണ്ടൊക്കെ ഇങ്ങനെ മെഗാഫോൺ വെച്ച് അനൗൺസ് ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മളൊരു തമാശ കൂടെ കലർത്തി ചെയ്തതാണ്. പറയണ്ടേ എന്നുള്ളത് പ്രതികരിക്കൂ എന്നാക്കുമ്പോ ഒരു നമുക്ക് അധികം രാഷ്ട്രീയപരമായിട്ടുള്ളതാണല്ലോ പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലായി. നമ്മൾ അതിങ്ങനെ എപ്പോഴും പ്രതികരിക്കുക എന്നൊക്കെ ഉള്ളതൊരു അച്ചടി ഭാഷയൊക്കെ ആയതുകൊണ്ട് നാട്ടിൻപുറത്ത് നമ്മൾ പറയുന്നത് വരൂ പ്രതികരിക്കൂ എന്നൊന്നും അല്ലല്ലോ. നമുക്ക് പറയണ്ടേ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, എന്നാലും താങ്കൾ ആ പ്രതികരിക്കും എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത് എടുത്തോളൂ. ഇനിയിപ്പോൾ അത് വീണ്ടും മാറ്റി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും രണ്ടാമത് ചെയ്യേണ്ടി വരും. ശരി, ഇനി ചെയ്യുമ്പോൾ അത് നമുക്ക് നോക്കാം. ശ്രീ അജികുമാറാണ്, പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ അജികുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ PMC പദ്ധതിയോടുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ നിലപാടും പ്രതിപക്ഷ നിലപാടും? അവരിപ്പോൾ ഭരണപക്ഷത്താണ്. ഇപ്പോഴത്തെ നിലപാടുമൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടേ ഈ നമ്മളെ ഷാജിപ്പം അറബിക്കടലിലെ മുങ്ങി തപ്പുകയാണോ നമ്മുടെ PMC ബന്ധപ്പെട്ട എന്തെങ്കിലും ആ ഡൗട്ട് എനിക്കുണ്ട്. എന്താണ് കേട്ടില്ല? അല്ല, ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടേ കടലിലെ പ്രക്ഷുബ്ധമല്ലേ, അപ്പൊ ഈ അറബിക്കടലിൽ മുങ്ങി താഴെയാണ് നമ്മുടെ അന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഈ PMC എടുത്ത് അറബിക്കടലിൽ കളയുമെന്നൊക്കെ. അവരൊക്കെ ഇപ്പൊ കടലിൽ മുങ്ങാണോ? അപ്പോ അറിയില്ല. അപ്പൊ അത് അങ്ങനെ നോട്ടെ. രണ്ടാമത് ഈ PMCയെ പറ്റിയിട്ട് ഇത് ആശയപരമായിട്ട് മുഖ്യമന്ത്രിക്ക് എതിർപ്പുണ്ടെന്ന് പറയുമ്പോഴും പിന്നെ എന്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ സർക്കാർ അത് മരവിപ്പിച്ചതാണല്ലോ. മരവിപ്പിക്കാൻ കത്ത് നൽകിയതാണ്.
അതെ കത്ത് നൽകിയതാണ്. അപ്പൊ ഞാൻ എന്റെ ആദ്യ ചോദ്യം ഈ അറബിക്കടലിൽ പോയപ്പോ ഉണ്ടോന്ന് മുങ്ങി വന്നോ അവരൊക്കെ? കേട്ടില്ല. ഈ അറബിക്കടലിൽ മുങ്ങാൻ പേരൊക്കെ വന്നോ? ഈ PMC പദ്ധതി എന്തോ അറബിക്കടലിൽ തരികയെന്ന് പറഞ്ഞല്ലോ ചില ആൾക്കാർ, ഞങ്ങൾ അധികാരത്തിൽ വന്ന് അവരൊക്കെ ഉണ്ടോ ഇപ്പോ? താങ്കൾ പറഞ്ഞോളൂ. കാണാനോ അവരൊന്നും കാണാനില്ല ഇപ്പോ. മുഖ്യമന്ത്രി പറയുന്ന ആശയപരമായ എതിർപ്പുണ്ടെന്ന്. പിന്നെ ആശയപരമായ എതിർപ്പുള്ളതിന് പിന്നെ എന്തിനാണ് പിന്നെ ആമാശയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നവരിപ്പോ? ആശയപരമായ എതിർപ്പുണ്ട്. ഇതിനകത്തൊരു ചെറിയ വിഷയം അല്ല അജുമാർ, ഇതിനകത്തൊരു ചെറിയ വിഷയം, കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും ഒക്കെ അവരെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇത് ഈ PMCയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSKക്കുള്ള ഫണ്ട് തരില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിൽ ആ പദ്ധതിയുടെ മറ്റൊരു പദ്ധതിയുടെ ഫണ്ട് തരില്ല എന്ന് പറയുമ്പോൾ ആ പദ്ധതിക്ക് വേണ്ടിയുള്ള വലിയ തുക കണ്ടെത്താൻ കേരള സർക്കാരിന്റെ പ്രയാസമുണ്ട്. അതാണ് ഇതിന്റെ സാമ്പത്തിക വശം, മറ്റേ രാഷ്ട്രീയ വശമല്ല ഞാൻ പറയാം, അതാണ് ഇതിന്റെ സാമ്പത്തിക വശം. ഈ സാമ്പത്തിക വശവും രാഷ്ട്രീയ വശവും എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പം SSKയുടെ ഫണ്ട് വരില്ല എന്നുള്ളത് വാസ്തവം. എന്നാൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് മിസ്റ്റർ ശിവൻകുട്ടി അത് ഒപ്പുവെക്കുമ്പോ എന്തിനാണ് ഇപ്പൊ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് അറബിക്കടലിൽ കളഞ്ഞു പോയെന്ന്? അപ്പൊ അവർക്കറിയാം ആ ഫണ്ട് വരാതെ ഇവിടെ നടക്കില്ല എന്ന്. അപ്പൊ അതിന് ആ വശം കൊണ്ട് കണ്ടുകൂടെ? അപ്പൊ ഇപ്പൊ അത് ഇരട്ടത്താപ്പല്ലേ കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവരിപ്പോ മുന്നോട്ട് പോകുന്നു? താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. അന്ന് അങ്ങനെ പറഞ്ഞ ലീഗുകാർ ഇന്നിപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രസക്തമാണ്. PMC പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ആരെയും വീട്ടിൽ നിന്നുള്ള പദ്ധതി, ആരുടെയും ഒരു പാർട്ടിക്കാരുടെയും പാർട്ടി കൊണ്ട് തരുന്നല്ല. അപ്പൊ അതിന് PMC പദ്ധതി ഒരു പേരിട്ടേക്കും, ശരി, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. അപ്പൊ അതിവിടെ വരുമ്പോൾ നമുക്ക് ആ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ വികസനവും മറ്റു കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പാഠ്യപദ്ധതി വരുന്ന പരിഷ്കാരങ്ങൾ, ഇപ്പൊ ഗാന്ധി കാലത്തെ കുറിച്ച് പോലും കുട്ടികൾക്ക് അറിയില്ല ആര് എന്താണെന്നുള്ളതൊന്നും. അതുവരെ മാറ്റിയ ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതും നമ്മുടെ ഈ സർക്കാർ ഇപ്പൊ VD സതീശൻ മന്ത്രിസഭ മുഖ്യമന്ത്രി VD സതീശൻ പിന്നെ അതെങ്ങനെയാണ് ഈ പാഠ്യപദ്ധതിയിലുള്ള ആ ഒരു പരിഷ്കാരം എങ്ങനെയുണ്ടോന്ന് അറിയില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താങ്കൾ പറയുന്നത് ഇടയ്ക്ക് വ്യക്തമായി തിരിയുന്നില്ല ശ്രീ അജീവ്കുമാർ. ഹലോ, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ഈ PMC പദ്ധതി പോലുള്ള എല്ലാ പദ്ധതികളും സ്റ്റേറ്റ് ഗവൺമെന്റുകളെയും കൂടെ ഉദ്ദേശിച്ച് തന്നെയാണ് സാർ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അതിനകത്ത് ചില നിബന്ധനകൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സാർ ആ ഫണ്ട് വാങ്ങി നമ്മളുടെ ഇവിടുത്തെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് സാർ മുൻ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ ഈ ചർച്ച എടുത്തിരുന്നു. മുൻ ഗവൺമെന്റിന്റെ ഒപ്പം അപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് അർഹതപ്പെട്ട ഫണ്ടാണ് സാർ, നമ്മളെ സ്റ്റേറ്റുകളിൽ നിന്ന് പോകുന്ന ഫണ്ടാണ്. അത് തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില നിബന്ധനകളുണ്ട് സാർ. ആ നിബന്ധനകൾ ഏതായാലും ഇന്ത്യ മഹാരാജ്യത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നത് മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ശരി, ശ്രീ ചന്ദ്രൻ നായർ. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺജി. ഒരുപാട് കാലമായിട്ട് ഞാൻ കുറച്ചു കാലമായി കാണുന്നില്ല താങ്കളെ. ഞാൻ ഒരുപാട് ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല. ഞാൻ അവസാന സമയമാകുമ്പോഴേക്കും സമയം കഴിയും, ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും. കിട്ടിയല്ലോ നേരത്തെ. എന്തായാലും കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ സന്തോഷം മുസ്ലിം ലീഗിന് തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ കൊടുക്കും. അത് കൈമാറ്റം ചെയ്യാണ്, കോൺഗ്രസ് എടുത്തിട്ട് മാറ്റം ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നേരത്തെ ഒരു പ്രേക്ഷകൻ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി തന്നെ KM ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു PMC ഞങ്ങൾക്ക് അധികാരം കിട്ടി കഴിഞ്ഞാൽ അറബിക്കടൽ, അതാണ് നേരത്തെ സംസാരിച്ച പുള്ളി, അറബിക്കടലില് എവിടെ പോയി അറബിക്കടലിൽ പോയോ ചോദിച്ചിട്ട് മൂപ്പര് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മൂപ്പര സ്ഥലത്ത്. അപ്പൊ KM ഷാജിയെ പോലുള്ള ആൾക്കാര് ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിലും പറഞ്ഞ ഇപ്പൊ സംസ്കൃതിയിൽ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടുകാരനാണ്, മണ്ണാർക്കാട്ടുകാരനാണ് സംസ്കൃതി വിദ്യാഭ്യാസ മന്ത്രി. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ഒപ്പിടിക്കും. മോദിയാണ് കേന്ദ്രത്തിൽ ഭരിക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ല കോൺഗ്രസ് അല്ല ആര് ഭരിച്ചാലും ഫണ്ട് കിട്ടണം. പിന്നെ ഇവര് പറഞ്ഞ എന്താ അറിയോ? PM നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഇപ്പൊ ഇന്ദിരാ പ്രിയദർശിനി പറഞ്ഞിട്ട് സൗജന്യ യാത്ര കോൺഗ്രസ്സുകാർ ചെയ്തില്ല. അവര് നയല്ലേ കോൺഗ്രസ് KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്നുള്ളത്. അതിൽ പ്രിയദർശിനി എന്നല്ലേ അതിന് കൊടുത്തിരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അതില്, പഴയ ഇന്ദിരാഗാന്ധിയുടെ. അത് വെക്കാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റുമോ? അതെവിടെയാണ് ഫോട്ടോ? ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടല്ലോ KSRTC ചാനലൊക്കെ നോക്കൂ. KSRTC ചാനലിൽ പ്രിയദർശിനി സൗജന്യ യാത്ര ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ എവിടെയും വെച്ച് കണ്ടില്ല. പ്രിയദർശിനി എന്ന് പറഞ്ഞ ആരാണ്? അല്ല, പ്രിയദർശിനി എന്ന് പറഞ്ഞ പേര് ഇട്ട് എന്ന് കരുതി അത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ? അല്ല, ഫോട്ടോ ഉണ്ട്. KSRTC ചാനലിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പ്രിയദർശിനി സൗജന്യ യാത്ര ഞാൻ പ്രിയദർശിനിയുടെ ഫോട്ടോ ഉണ്ട്. ഞാൻ അത് അംഗീകരിക്കുന്നു.
ഞാൻ കണ്ട ഉണ്ട്, നേരിട്ട് ഉണ്ട്, ഉണ്ട്. കണ്ടതും ഇന്ദിരാ പ്രിയദർശിനി ടെലിവിഷനിൽ പിന്നെ കണ്ടതുമായ മാത്രമല്ല എവിടെയും ഇന്ദിരാഗാന്ധിയുടെ പടം എവിടെയും കണ്ടിട്ടില്ല. അവിടെ പ്രിയദർശിനി എന്നാണ് പേര്. ആ പ്രിയദർശിനി എന്നുള്ള പേര് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയാണ് ആർക്കും ഭക്ഷണം കഴിക്കാൻ ആർക്കും കണ്ടാൽ മനസ്സിലാവും. പിന്നെ മാത്രമല്ല KSRTC സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഇന്ദിരാ പ്രിയദർശിനി പറഞ്ഞിട്ട്. പ്രിയദർശിനി ഈ പ്രിയദർശിനി സൗജന്യ യാത്ര പറഞ്ഞാൽ തന്നെ ഇന്ദിരാ പ്രിയദർശിനി ആണല്ലോ, ഇന്ദിരാഗാന്ധിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ മോദിയുടെ ഫോട്ടോ വെക്കണേന് എന്താണ്? പൈസ കൊടുക്കുമ്പോൾ കേന്ദ്രം പൈസ കൊടുക്കുന്നതിന് മോദിയുടെ ഫോട്ടോ വെക്കേണ്ടിയിരുന്നേ. പറയാൻ പറ്റുമോ ശ്രീ ഗോകുമാർ? കേന്ദ്രം പൈസ കൊടുക്കുന്ന വെച്ചാൽ കേന്ദ്രം നമുക്ക് ഔദാര്യം തരുന്നൊന്നും അല്ലല്ലോ. എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിന്റെ ഗോകുമാർ, എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് കേന്ദ്രം അർഹതപ്പെട്ട പണം തരുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ നിലപാടാണെന്ന് താങ്കൾ ആലോചിക്കുക. അല്ലാതെ തരുന്നത് കൊണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ ഔദാര്യമൊന്നുമല്ലല്ലോ. ഒരു മിനിറ്റ്. പ്രധാനമന്ത്രി അവിടുന്ന് കൊടുത്തിരുന്ന കരീം കല്യാണ യോജന പറഞ്ഞിട്ട്, അന്ന യോജന പറഞ്ഞിട്ട് ഒരുപാട് കിറ്റും കാര്യങ്ങളും കൊടുത്ത് ഇവിടെ പിണറായി വിജയൻ അയാളുടെ ഫോട്ടോ വെച്ചിട്ട് കൊടുത്തില്ലേ കിറ്റാക്കിയിട്ട്? അത് നല്ല കാര്യമാണ്. എവിടെയും പിണറായി വിജയന്റെ പടം വെച്ചിട്ട് ഒരു കിറ്റ് കൊടുത്തു. അത് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. ഗോപകുമാർ, അങ്ങനെ പിണറായി വിജയന്റെ പടം വെച്ച് സർക്കാരിന്റെ ഏതെങ്കിലും കിറ്റ് വിതരണം ചെയ്തതായി കേരളത്തിൽ ഇതുവരെ ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. വെറുതെ ഒരു കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ താങ്കൾ വെറുതെ പറയാതെ. കേരള സർക്കാരിന്റെ ആണെന്ന് പണ്ട് കൊടുത്തിട്ടുണ്ടോ? കേരള സർക്കാരിന്റെ കൊടുക്കുന്ന കേരള സർക്കാരിന്റെ ആണെന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ എന്താ കൊടുക്കേണ്ടത്? കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് പണം ഒരു പദ്ധതി ഉണ്ടെങ്കിൽ 10% 20% കേന്ദ്രത്തിൽ നിന്ന് അന്ന് കരുതി അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയോ? കേന്ദ്രം തരുന്നത് അവിടുത്തെ പ്രത്യേകം തരുന്നതല്ലോ. കേരളത്തിൽ കൊടുക്കുന്ന നികുതിയുടെ വിധം തന്നെയല്ലേ തരുന്നത്. ആശുപത്രികളുടെ മുന്നിൽ കൂടെ ഇതേമാരുള്ളത് വെക്കാൻ പാടില്ല, ബോർഡ് വെക്കാൻ പാടില്ല പണ്ട് ഫണ്ട് വെട്ടി ചുരുക്കിയപ്പോഴല്ലേ വീണ മറ്റേ ആറന്മുളയിലെ ശരിയല്ല എന്നാണ് ഗോകുമാർ പറഞ്ഞത്. അത് ആര് കേന്ദ്രം ഭരിച്ചാലും ആ കേന്ദ്ര സർക്കാർ കേരളത്തിനോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിനോ ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്രം എന്തെങ്കിലും തിട്ടൂരം വെച്ചിട്ട് നിങ്ങൾ അനുസരിച്ചോണം. ഇത് ഫെഡറൽ സംവിധാനമാണ്. അങ്ങനെ അനുസരണയുടെ കാര്യമൊന്നുമില്ല. അവർക്ക് നമുക്ക് തുല്യ സ്റ്റാറ്റസ് തന്നെയാണുള്ളത്. ഔദാര്യത്തിന്റെ വാക്ക് കിരണ ഉപയോഗിച്ച് ഞാൻ ഉപയോഗിച്ചില്ല. ഔദാര്യമല്ല, ഔദാര്യമല്ല. അതിൽ മോദിയുടെ ഫോട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ? അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എന്തിനാണ് വെക്കേണ്ടത്? ഒരു പദ്ധതിക്ക് കാഴ്ച തന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നാളെ ഇനി ഏതെങ്കിലും ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ സൗജന്യ മരുന്ന് കിട്ടണമെങ്കിൽ ഈ ആരോഗ്യമന്ത്രിയുടെ പടം വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അതൊരു മര്യാദ. ആരോഗ്യമന്ത്രിയുടെ പടം വെക്കണമെന്ന് പറഞ്ഞല്ലോ. ആരുടെ അല്ലെ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് നാളെ എനിക്ക് റേഷൻ കടയിൽ ചെന്നാൽ ഒരു സഞ്ചിയിൽ സാധനം തന്നാൽ ആ സഞ്ചിയുടെ പുറത്ത് ഇവരുടെ പടം അടിച്ചു വെച്ച് തരിക എന്നുള്ളതാണോ മര്യാദ? അത് ശരിയല്ലല്ലോ. ഇതിലൊന്നും കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാലും ഒപ്പിട്ടേ പറ്റുള്ളൂ. ശരി ഗോകുമാർ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയിട്ടുണ്ട്. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും.
കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദ കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങൾ PMC പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് നമ്മുടെ ചർച്ചാ വിഷയം. ശ്രീ റെജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റെജി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമേ കിരണിന് ബിഗ് സല്യൂട്ട് കേട്ടോ. അറിയാവുന്ന കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാ താങ്കള്. ബിഗ് സല്യൂട്ട്. പിന്നെ കാര്യത്തിലേക്ക് വരാം. ഇതേ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി കാണാൻ പോയപ്പോ ഒരു കാര്യം പറഞ്ഞു TV-ക്കാരുടെയൊക്കെ മുമ്പില്. കേൾക്കാവോ കിരണേ? കേൾക്കാൻ പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഭരണം എന്ന് പറഞ്ഞ തുടർച്ചയാണ്. അത് ആദ്യമേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അത് ഉൾക്കൊള്ളുക. അപ്പം ആ ഭരിച്ച ആളുകൾ എന്തിനൊക്കെ ഒപ്പിട്ടിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ കരാറിൽ നമ്മൾ വന്നു കഴിഞ്ഞു. പിന്നെ നയപരമായ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായിട്ട് മാറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കേട്ടോ, നമ്മൾ പ്രളയത്തിന് കേന്ദ്ര ഗവൺമെന്റ് റേഷൻ അരി വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു തന്നു. കാശ് കൊടുക്കേണ്ടി വന്നില്ലേ? അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ ഒരു നിയമം ഉണ്ടെന്നേ. നിയമവും ചട്ടവും ഒക്കെ നമുക്ക് പിന്നെ അംഗീകരിച്ച് മാത്രമേ സഹായങ്ങൾ കിട്ടത്തുള്ളൂ. ഗാന്ധിയുടെ ചിത്രമുള്ള നോട്ട് തന്നെയാണെന്ന് കിട്ടുന്നത്. BJP ഭരിക്കുന്നു പറഞ്ഞ നോട്ടിന് വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ ഇനി ഹരിജൻ ഗിരിജനങ്ങളുടെ മേഖലയ്ക്കുള്ള ഒത്തിരി കോടികൾ കിട്ടാനുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഇതൊക്കെ വാങ്ങിക്കാതെ ഈ പിന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വായാടി വിപ്ലവം പറഞ്ഞിട്ടൊന്നും ഇല്ല. സാമ്പത്തികത്തിന് സാമ്പത്തികം വേണം. അത് നയപരമായതാണെങ്കിൽ എതിർക്കും, രാഷ്ട്രീയമായിട്ട്. അത്രേ ഉള്ളൂ. അല്ല, കാശ് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കരാറുകൾ അംഗീകരിച്ചു. നമുക്ക് ചില യൂട്യൂബ് കമന്റുകളിലേക്ക് കൂടി വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല. പദ്ധതിയുടെ വ്യവസ്ഥ അനുസരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനോ പരസ്പര സമ്മതത്തോടെ മാത്രമേ കരാർ റദ്ദാക്കാനോ മരവിപ്പിക്കാനോ പരിഷ്കരിക്കാനോ കഴിയൂ എന്ന് ബ്ലേസ് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ചില വ്യവസ്ഥകൾ കൂടി ഉണ്ടെന്ന് ഈ രംഗത്തെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്നും രണ്ടുപേർക്ക് കൂടി ചേർന്ന് മാത്രമേ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയൂ എന്ന്. അതുകൊണ്ട് തന്നെ ആരോടും നമ്മുടെ കത്തയച്ചെങ്കിലും അതിലൊരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും വലിയ തത്വങ്ങൾ പറയും. വില കൈയടിക്കുന്ന രീതിയിലെ പ്രസ്താവനകൾ ഇറക്കിയാൽ മതി. പക്ഷേ ഭരണത്തിൽ വരുമ്പോൾ എല്ലാത്തിനും നടപടിക്രമങ്ങളുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏത് പാർട്ടിയായാലും വലിയ വായിൽ വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഭരണത്തിലെത്തുമ്പോൾ അവർക്ക് ആ മട്ടിൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഒക്കെ എല്ലാ പാർട്ടികൾക്കും ചെയ്യേണ്ടി വരും. രണ്ട് സ്ഥലത്തിരിക്കുമ്പോഴും ഏത് കൂട്ടരായാലും പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത്തരം വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സുകാർ ഇടുമ്പോൾ ബർമുടയും BJP-ക്കാർ ഇട്ടാൽ വള്ളി നിക്കറും അത്രയേ ഉള്ളൂ എന്ന് ഗോളാന്തര യാത്ര പറയുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ജയകുമാർ പറയുന്നു ഗോളാന്തരം താമസിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ജോലി എതിർക്കുക, ഭരണപക്ഷമാകുമ്പോൾ നടപ്പാക്കുക, അതാണ് രാഷ്ട്രീയ അടവ് നയം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചില കാര്യങ്ങളിലെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ പല സർക്കാരുകളും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുകയും ഭരണപക്ഷത്തിരിക്കുമ്പോൾ അതൊക്കെ ആ പാർട്ടിയുടെ നയമൊക്കെ മറന്ന് അതുവരെ പറഞ്ഞ കാര്യങ്ങൾ മറന്ന് നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന പല പാർട്ടികളും. അതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, പല പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബ്ലേസ് തുടർച്ചയായി ഒരേ മെസ്സേജ് തന്നെ ഇടുന്നു. അതിനെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു മെസ്സേജ് 10-12 തവണ ഇട്ടതെന്ന്. മണിമല കമ്മി താങ്കളുടെ നേതാവിൻ്റെ മകളെ ഇന്ന് ആ ചോദ്യത്തിന് ഇത് പ്രസക്തിയില്ലാത്ത ചോദ്യമാണ് ഗോളാന്തര യാത്രയുടേത്. ഈ ബ്ലേസ് നേരാണ് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നിരവധി തവണ ഇട്ടിരിക്കുകയാണ്. എന്തായാലും അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. അതെനിക്ക് ബാബു രാജൻ കാഞ്ഞിപ്പുഴ, പിണറായി വിജയൻ ഇടാൻ ശ്രമിച്ചപ്പോൾ കീറിപ്പൊളിഞ്ഞ വള്ളി ട്രൗസർ ആയിരുന്നു, അതെടുത്ത് VD സതീശൻ ഇട്ടപ്പോൾ നല്ല കളർഫുൾ ബെർമുഡിയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ എന്ന് പറയുന്നു. എന്തായാലും അത് ഇതിനെക്കുറിച്ചുള്ള നിലപാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കമൻ്റാണ്. എന്തായാലും നമുക്ക് ശ്രീ കൃഷ്ണൻകുട്ടിയിലേക്ക് പോകാം. മണിമലയിൽ നിന്നും ശ്രീ കൃഷ്ണൻകുട്ടിയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് ഇപ്പോൾ PMCയെ കുറിച്ചുള്ള ഈ സർക്കാരിൻ്റെ നിലപാടിനുള്ള പ്രതികരണം? നമസ്കാരം. PMC ഈ പറഞ്ഞ കേരള സർക്കാർ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഒപ്പിട്ടു എന്ന് പറഞ്ഞ സർക്കാർ അത് അവർ സംബന്ധിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് എടുക്കാൻ വേണ്ടി, അതായത് SSKയുടെ ശിക്ഷ അഭിയാന്റെ പൈസ വാങ്ങി എടുക്കാൻ വേണ്ടി ഒപ്പിട്ടെന്ന് മാത്രമേ ഉള്ളൂ. PMC നടപ്പാക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. ഏതായാലും ഡീലാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കി. VD സതീശനും ശബ്ദം
മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതനുസരിച്ച് അതെല്ലാം പ്രശ്നമായി കഴിയുമ്പോൾ പ്രത്യേകിച്ച് CPI കൂടെ നിർത്തപ്പോഴേക്ക് കേരള സർക്കാർ പരിപാടി വേണ്ടെന്ന് വെച്ചു, പിന്മാറുന്നു പറഞ്ഞു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം മാസത്തില് ഇപ്പൊ ഇത് അങ്ങനെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പൊ അവസരം ഇപ്പം അവരത് വാങ്ങിയെടുത്ത് മുന്നോട്ട് പോകാനും തീരുമാനിച്ചെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നെ നമുക്ക് പറയുവാനുള്ളൊരു സാമർത്ഥ്യത്തെ നമുക്കെല്ലാം തിരുത്തിയാൽ അങ്ങനെ പറയാൻ പറ്റും. ശബ്ദത്തിൽ ടെലിഫോണിൽ എന്തോ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. താങ്കൾ പറയുന്ന ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് ശ്രീ കൃഷ്ണൻകുട്ടി. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. പെരുമ്പാവൂരിൽ നിന്നും ശ്രീ വർഗീസാണ്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്താണ് PMCയിലെ പ്രതിപക്ഷവും ഭരണപക്ഷത്തും ഇരിക്കുമ്പോൾ ഉണ്ടായ ഒരേ പാർട്ടികളുടെ നിലപാടിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ UDF അന്ന് ഈ പ്രതിപക്ഷത്തിരുന്ന അവർ ഈ സതീശന് ഉൾപ്പെടെയുള്ളവര് അന്ന് എന്താണ് സംസാരിച്ചതെന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഓർമ്മ അവർക്ക് ഇന്ന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് അവരെല്ലാം ഇവരെ അങ്ങ് മറന്നുപോയോ, അത് മറവിയാക്കി. അതായത് കഴിഞ്ഞ ഗവൺമെന്റ് ഈ പണം മേടിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ വിവാദം ഉണ്ടാക്കി, ഡീലാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് അത് താത്തി. ഇപ്പോൾ ഇവർ ഒരു മാസം പോലും തികയുമ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ള 5 വർഷം പറഞ്ഞിട്ടുള്ള എതിർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ അതിവേഗത്തിൽ നടപ്പാക്കുന്നു. ഇവർക്ക് ഇപ്പോൾ ആരാണ് BJP ഡീലെന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി. വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനാണ്. മുസ്ലിം ലീഗിന്റെ കപടമുഖം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് കോൺഗ്രസിന്റെ കൂടുതൽ അധികാരം, അതിലപ്പുറത്ത് അവർക്ക് യാതൊരു തീരുമാന നയം ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് അവതരിച്ചിരിക്കുന്നു. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഭരണം വേണം. അത് ജനങ്ങളെ കബളിപ്പിച്ചായാലും വേണ്ടില്ല, പറ്റിച്ചായാലും വേണ്ടില്ല, 5 വർഷം പൂർത്തിയാക്കണം. അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ പച്ചയായി പറ്റിക്കുക, ഇതാണ് ഇവരിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി വർഗീസ്, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് സാറേ, നമ്മുടെ മുഖ്യമന്ത്രി ഈ ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മുടെ കേരള ജനതയുടെ മുന്നിൽ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തത വരുത്തണം. ഇത് അവിടെ ഇവിടെയും കിടന്നുകൊണ്ട് ഓടിയിട്ട് പുള്ളി പറയുന്നത്, ഇന്നിപ്പോ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് 3 അംഗ കമ്മീഷനെയൊക്കെ വെക്കാൻ പോവാന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അത് പോരാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം പുള്ളി ഈ കേരളം മുഴുവൻ നടന്ന് സംസാരിച്ചത് അറിയാതെയാണോ? ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല. പാവം ഒന്നും അറിയാത്ത പോലെയാണ് ഇപ്പം ഈ രാവിലത്തെ പത്രസമ്മേളനമൊക്കെ കേട്ടപ്പോൾ തോന്നുന്നത്. അത് പോരാ. കൃത്യത എല്ലാം അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം പുള്ളിക്ക് ഒരു കാര്യം, കേന്ദ്ര ഫണ്ട് മേടിച്ചെടുക്കണം. പിന്നെ കേന്ദ്രത്തിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയോട് നല്ല താല്പര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അവർക്ക് 2 പേരോട് മാത്രമേ ഉള്ളൂ എതിർപ്പ്. ഈ BJPക്ക് 2 പേരെ മാത്രം വേണ്ട. ഒന്ന് സോണിയാഗാന്ധി, ഒന്ന് രാഹുൽ ഗാന്ധി. ബാക്കിയല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവർക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ നിലപാട് കണ്ടിട്ട് തോന്നുന്നത്. അത് വ്യക്തത വരുത്തണം. എന്ന് വെച്ചാൽ ഇതിനധികം താമസമോ ദിവസമോ ഒന്നും വേണ്ട. കാരണം ഇത് 1 വർഷമായിട്ട് പഠിക്കുന്നതാ. എനിക്ക് തോന്നുന്നു ഭരണപക്ഷം പഠിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പഠിച്ചതാ. ഇത് ഇപ്പൊ വന്നിട്ട് പറയാം ഇനിയും പഠിക്കാൻ പോവാണ്. ഇത് ഇരട്ടത്താപ്പാണ്. കേരളത്തോട്ട് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജു ആണ് കൊല്ലത്ത്. ശ്രീ രാജു, താങ്കൾക്ക് ഇതിലെന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മളെ മുഖ്യമന്ത്രി 5-10 വർഷമായിട്ടിരുന്ന് പഠിക്കുന്നതായത് മൊത്തം പഠിച്ചിട്ട് ഇപ്പം എനിക്കൊന്നും അറിഞ്ഞൂടെ, നാമധാരാണ് ഞാൻ 3 പേരെ വെച്ച് അതനുസരിച്ച് നമ്മള് പിന്നെ നടത്തുമെന്നൊക്കെ പറയുന്നത്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കളിപ്പിക്കാനാ, ഈ പാവപ്പെട്ട പിള്ളേരെ കളിപ്പിക്കാനാ. അത് പാടില്ല. അപ്പൊ അഥവാ CPM-മാർ ഒപ്പിട്ടു, CPI-ക്കാർക്ക് ഇഷ്ടമല്ല, അവരത് നിർത്തി വെച്ചെന്ന് പറഞ്ഞു. സംഭവം CPM-മാരും പഠിച്ചിട്ടല്ലേ ഒപ്പിട്ടത്. അപ്പൊ അതിനകത്ത് വേണ്ടാത്ത പരിപാടികളൊക്കെ വിട്ടിട്ട് ഇവര് അതിനായിട്ട് മുമ്പോട്ട് പോയി കൊച്ചുങ്ങൾക്ക് ഈ പൈസ മേടിച്ചു കൊടുത്ത് അവരെ ഫുഡും സ്കൂളും ഒക്കെ വൃത്തിയാക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറയുക, കോൺഗ്രസ്സുകാർ വേറൊരു അഭിപ്രായം പറയുക, അതൊക്കെ എന്തിനാ? എന്റെ ആവശ്യമില്ല. ഒരു കാര്യം പറയുക, 2 പേരോട് ആലോചിച്ചൊരു തീരുമാനം പറയാൻ ഞങ്ങൾ മുമ്പോട്ട് പോവുക. എതിർക്കേണ്ടവർ എതിർത്തോ. ഇത് പറഞ്ഞാൽ അവര് പോണം മുമ്പോട്ട്. പൈസ കിട്ടുന്നില്ല. ഇത്രയും പൈസയൊക്കെ വേണ്ടെന്നത് ഒന്നാമത് സാമ്പത്തികം ഇല്ല ഇവിടെ. സൗജന്യം കൊടുത്തത് എല്ലാവർക്കും കിട്ടുന്നില്ല. കുറെ ജില്ലകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ സർക്കാർ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ അവരും PMCയുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ചില സാങ്കേതിക ന്യായങ്ങളാണ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത്. അതിനപ്പുറം ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്?
ഇതിലിപ്പോ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുകയാണ്, ഞാനൊരു CPM അനുഭവിക്കുകയാണ്. ഞാനത് പറയുമ്പോ തിരിക്കെടുത്ത് പറഞ്ഞ പോലെയാവും. ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല. ശരിക്കും ഇത് പറയാനുള്ളത് പിണറായി വിജയൻ, അതായത് ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയതാണെന്ന് സതീശൻ പറഞ്ഞത് വളരെ മോശമായുള്ള കാര്യമാണ്. എന്താ ഇടതുപക്ഷം തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഒരു നടപ്പിലാക്കുമോ? അപ്പൊ പറ്റില്ല, അത് നമ്മുടെ കേരളത്തിന് ദോഷമാണെന്നുള്ള അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്തൂടെ? മഞ്ഞക്കുറ്റി സംഗതിയൊക്കെ വലിച്ചെറിഞ്ഞതുപോലെ അല്ല, ഈ പദ്ധതി നടപ്പാക്കുമ്പോ സാധാരണക്കാർക്ക് സംഭവിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത്ര തന്നെ. ഇതിലൊരു കാര്യം പറയാനുള്ള വെച്ചത്, നല്ല കാര്യങ്ങൾ നടത്തുമ്പോ അത് UDF-നും, തെറ്റായ നടപടി എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അത് LDF-നുള്ള കുറ്റവും അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. നല്ല കാര്യങ്ങൾ നടത്തിയാൽ അത് കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ല അവരുടെ സതീശനായിക്കോട്ടെ, അത് നല്ലതെന്ന് പറയണം. അത് പിണറായി നടത്തിയാൽ നല്ലതെന്ന് പറയണം. അത്രയാണ് നമുക്കിതിൽ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും ഭരണപക്ഷത്തെത്തിയപ്പോൾ ആ നിലപാട് മാറ്റുകയും ചെയ്തു എന്ന ചോദ്യം പ്രധാനമായും ഏറ്റവും ശക്തമായി അന്ന് എതിർപ്പ് ഉന്നയിച്ചത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ മന്ത്രി തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയിലുള്ളത്. അപ്പോൾ ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള ചോദ്യം ഉന്നയിച്ചവർ, അങ്ങനെയല്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങാൻ വേണ്ടി അതൊക്കെ ഒപ്പിടണം എന്ന് പറഞ്ഞവരും, വിദ്യാഭ്യാസത്തിൽ അങ്ങനെ കേന്ദ്രത്തിന് വേറെ ഏതെങ്കിലും തരത്തിൽ നയമില്ല എന്ന് പറഞ്ഞവരും, അത്തരം നയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഫണ്ട് വാങ്ങണം എന്ന് പറഞ്ഞവർ, അങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രായോഗികവും അല്ലാത്തതുമൊക്കെയായ നിരവധി അഭിപ്രായങ്ങൾ നിറഞ്ഞതായിരുന്നു നമ്മുടെ പൊതുവേദിയിലെ പ്രതികരണങ്ങൾ. എന്തായാലും നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി News 18 പൊതുവേദി.